വലിയ തോതിലുള്ള ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിനുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് അതായത് PLI സ്കീം ഈ വർഷത്തെ ബജറ്റിൽ ഏകദേശം 1.5 മടങ്ങ് വർധനയോടെ മേജർ ബൂസ്റ്റ് നേടി ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തേക്ക് 6200 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ PLI സ്കീമിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് 2023-24 4560 കോടി രൂപയായിരുന്നു. ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയെ ഉത്തേജിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നീക്കത്തിൽ IT ഹാർഡ്വെയറിനായുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് അതായത് ഈ PLI സ്കീം 2.0ക്ക് 2023 ക്യാബിനറ്റ് അംഗീകാരം നൽകി. ആഗോള ഇന്നൊവേഷൻ സൂചികയിൽ ഇന്ത്യ 2015 81 സ്ഥാനത്ത് നിന്ന് 2023 40 റാങ്കിൽ എത്തിയിരിക്കുകയുമാണ്. ഇന്ത്യയുടെ ഉൽപാദന ശേഷിയും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നതിന് ആത്മനിർഭർ ആകാനുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് കണക്കിലെടുത്ത് 14 പ്രധാന മേഖലകൾക്കായി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതികൾ 2023 കേന്ദ്ര സർക്കാർ നിലനിർത്തിയത്. ഇതിനു പുറമെ പുതുവർഷാരംഭത്തിൽ തന്നെ ഓട്ടോ ഘടകങ്ങൾക്കുള്ള PLI പദ്ധതി 1 വർഷത്തേക്ക് കൂടി നീട്ടിയതായും സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഡെൽ, HP, ഫോക്സ്കോൺ, ലെനോവ എന്നിവയുൾപ്പെടെ 27 കമ്പനികൾക്ക് IT ഹാർഡ്വെയറിനായുള്ള PLI സ്കീമിൽ അംഗീകാരം ലഭിച്ചതായി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രി അശ്വിനി വൈഷ്ണവ് നവംബറിൽ പ്രഖ്യാപിച്ചിരുന്നു. അക്കൂട്ടത്തിൽ മാറ്റി നിർത്താൻ സാധിക്കാത്ത കമ്പനിയാണ് ഡിക്സൺ ടെക്നോളജി. ഓഹരി ഇന്ന് 3% മുന്നേറ്റം പ്രകടമാക്കിയത്. കോവിഡ് പാൻഡമിക്കിന് ശേഷം രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന് വലിയ ഉത്തേജനം നൽകുന്നതിനും ദീർഘകാല അടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യയെ ഒരു കോമ്പറ്റീറ്റർ ആക്കാനുമുള്ള പദ്ധതിയാണ് PLI സ്കീമെങ്കിലും ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം ഇന്ത്യക്ക് ആവശ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ്. പുതുക്കിയ PLI സ്കീമിന് കീഴിൽ ആഗോള ടെക് ഭീമനായ ലെനോവയിൽ നിന്ന് ഡിക്സൺ ടെക്നോളജീസ് കരാർ നേടിയിട്ടുണ്ട്. ലെനോവയുടെ IT ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകിച്ച് ലാപ്ടോപ്പുകൾക്കും നോട്ട്ബുക്കുകൾക്കുമായി തിരഞ്ഞെടുത്ത നിർമ്മാണ പങ്കാളിയായി അതിന്റെ അനുബന്ധ സ്ഥാപനമായ പാഡ്ജറ്റ് ഇലക്ട്രോണിക്സ് വഴിയാണ് കരാർ നേടിയിരിക്കുന്നത്. PLI സ്കീം മുഖേന 5% ഇൻസെന്റീവ്സ് ഇൻക്രിമെന്റൽ സെയിൽസിൽ ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഡിക്സൺ ടെക്നോളജീസ് ഈ പദ്ധതിയുടെ പ്രയോജനം നേടുന്ന മുൻനിര ആഭ്യന്തര IT കമ്പനികളിൽ ഒന്നാണ്. അതേസമയം ഈ ഒരു സ്കീമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റ് സുസ്ഥിരമായ നയങ്ങൾ, ദ്രുതഗതിയിലുള്ള ഡിജിറ്റലൈസേഷൻ, China+1 റീഅലൈൻമെന്റ് എൻക്വയറീസ് തുടങ്ങിയ ഘടകങ്ങളുമായി ചേർന്ന് PLI ഗ്ലോബൽ മാനുഫാക്ചറിംഗ് മാപ്പിൽ ഇന്ത്യയുടെ വ്യക്തമായ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഇനി ഡിക്സന്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തുടനീളം ഏകദേശം 2 ഡസൻ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഉള്ള ഇലക്ട്രോണിക് നിർമ്മാതാവ് മൊബൈൽ ഫോൺ നിർമ്മാണ ബിസിനസ്സിലെ കുത്തനെയുള്ള ഒരു വർധനവ് മൂലം സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദത്തിൽ അറ്റാദായത്തിൽ 86% വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുൻ വർഷത്തെ 2408 കോടി രൂപയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് 2024 സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദത്തിൽ 4821 കോടി രൂപയായിട്ടാണ് വരുമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറ്റാദായം മുൻ വർഷത്തെ 52 കോടി രൂപയിൽ നിന്ന് 97 കോടി രൂപയായിട്ട് ഉയരുകയും ചെയ്തു. ഗാഡ്ജറ്റുകളുടെ ആവശ്യകതയും അവയുടെ നിർമ്മാണ യൂണിറ്റുകളുടെ വിപുലീകരണവുമാണ് മികച്ച റിസൾട്ട് പുറത്തുവിടാൻ കമ്പനിയെ സഹായിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം നിലവിലെ നേട്ടത്തിന് പിന്നിൽ നിക്ഷേപകർ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇടക്കാല ബഡ്ജറ്റിന് 1 ദിവസം മുൻപ് സർക്കാർ പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവയിലെ മാറ്റങ്ങളാണ്. മൊബൈൽ ഫോൺ ഘടകങ്ങളുടെ ഇറക്കുമതി തീരുവ 15% നിന്ന് 10% കുറച്ചത്. കയറ്റുമതിയിൽ രാജ്യം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആഗോള വിതരണ ശൃംഖലയിൽ ഒരു പ്ലെയർ ആവുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ച് മൊബൈൽ ഫോൺ നിർമ്മാണം ഇന്ത്യയിൽ എത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കൂടി ഈ ഒരു മൊബൈൽ പാർട്സിന്റെ അല്ലെങ്കിൽ ഇറക്കുമതി തീരുവ കേന്ദ്രം കുറച്ചത് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ചില മൊബൈൽ ഫോൺ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ പാർട്സ്, ക്യാമറ, ലെൻസുകൾ പോലുള്ള ഇൻപുട്ടുകളും ഇറക്കുമതി ചെയ്യുന്നതിനുള്ള അടിസ്ഥാന കസ്റ്റം ഡ്യൂട്ടി കുറയ്ക്കുന്നതിലും 2023-24 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ബാറ്ററി കവേഴ്സ്, മെയിൻ ലെൻസ്, ബാക്ക് കവർ, ആന്റന, സിം സോക്കറ്റ്സ് തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളുടെ തീരുവയും കുറച്ചിട്ടുണ്ട്. കൂടാതെ $38.45 ബില്യൺ മൊത്തം കയറ്റുമതിയിൽ ഡിസംബർ 23 ഇലക്ട്രോണിക് സാധനങ്ങളുടെ കയറ്റുമതി 14.41% വർധനവോടുകൂടി $2.62 ബില്യൺ ഉയർന്നതായിട്ട് വാണിജ്യ വ്യവസായ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്.
മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ വഴി രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുക, നിർമ്മാണ ഹബ്ബാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഈ PLI പദ്ധതിയിൽ നിക്ഷേപം തുടങ്ങാൻ ഒട്ടേറെ ആഗോള കമ്പനികളാണ് മുന്നോട്ട് വരുന്നത്. അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ കർണാടകയിൽ ലാപ്ടോപ്പ് നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് തായ്വാൻ കമ്പനിയായ വിസ്ട്രോൺ. 1500 കോടി രൂപയുടെ നിക്ഷേപമാകും കമ്പനി ഇവിടെ നടത്തുക. ഇതുവഴി 3000 പേർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യും. എല്ലാ ബ്രാൻഡുകളുടെയും ലാപ്ടോപ്പുകൾ നിർമ്മിക്കും. ഇവിടെ നിർമ്മിക്കുന്ന 50% ലാപ്ടോപ്പുകളും കയറ്റുമതി ചെയ്യപ്പെടും. ഇവിടെയും ഡിക്സന്റെ സാന്നിധ്യം വളരെ നിർണായകമാണ്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓഹരി കുതിക്കാനുള്ള സാധ്യതയാണ് വിദഗ്ധരും പങ്കുവയ്ക്കുന്നത്. അതേസമയം 2023 സാമ്പത്തിക വർഷത്തിൽ ടെക് ഭീമന്മാരായ സാംസങ്, ആപ്പിൾ, BBK എന്റർപ്രൈസസ് കമ്പനികളിൽ ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതും കമ്പനിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഇനി ഡിക്സന്റെ പെർഫോമൻസ് ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം മൾട്ടി ബാഗർ നേട്ടം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം ഈ സ്റ്റോക്കിനെ വിലയിരുത്താം. കഴിഞ്ഞ 6 മാസം കൊണ്ട് 29% നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് ഇതെന്നത് നിക്ഷേപകർ മനസ്സിലാക്കിയിരിക്കണം. ഓഹരിയുടെ കഴിഞ്ഞ വർഷത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മികച്ച നേട്ടം 2024 തുടരാനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് നിലവിൽ നിൽക്കുന്നതും. 2017 സെപ്റ്റംബർ 18 ലിസ്റ്റിംഗ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 545 രൂപയായിരുന്ന സ്റ്റോക്ക് നിലവിൽ 6300 രൂപയും കടന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഓഹരിയുടെ 52 ആഴ്ചയിലെ ഉയർന്ന വില 2023 ഡിസംബർ 12 രേഖപ്പെടുത്തിയ 6765ഉം 52 ആഴ്ചയിലെ താഴ്ന്ന നില എന്ന് പറയുന്നത് 2023 ഫെബ്രുവരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന 2581 എന്നുള്ള ഒരു നിലവാരവുമാണ്. ഇനി ഈ ഒരു മിഡ് ക്യാപ് കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു മിഡ് ക്യാപ് സ്റ്റോക്കിന്റെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസ് കൂടി പരിശോധിക്കാം. യെസ്, അപ്പോൾ ഡിക്സൺ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നിലവിൽ വ്യാപാരം നടത്തുന്ന ലെവല് 6267 എന്ന് പറയുന്ന ലെവലാണ്. ഇപ്പോൾ ഒരു 31 പോയിന്റ് നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡിക്സണിൽ നമുക്ക് മെയിനായിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽസ് നോക്കുവാണെങ്കിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഫസ്റ്റ് ലെവൽ 5848 എന്ന് പറയുന്ന ലെവൽ നമുക്ക് സപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രെൻഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു എൻട്രി നോക്കുവാണെങ്കിൽ നമുക്കൊരു മെയിനായിട്ട് ഇപ്പോൾ റെസിസ്റ്റൻസ് ലെവൽ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് വണ്ണായിട്ട് നമുക്ക് 6279 എന്ന് പറയുന്ന ലെവലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ 6592 എന്ന് പറയുന്ന ലെവൽ എടുക്കാം. അതുപോലെ തന്നെ ഓൾ ടൈം ഹൈ ആയ 6761 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇന്നത്തെ വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ സപ്പോർട്ടുകൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത് 5848 എന്ന് പറയുന്ന ഒരു ലെവലും, അതുപോലെ തന്നെ സെക്കൻഡ് സപ്പോർട്ടായിട്ട് നമുക്ക് 5190 എന്ന് പറയുന്ന ലെവലൊക്കെ ഡിക്സൻ്റെ അകത്ത് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡിക്സൻ്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ 6.24% നേട്ടം ഉണ്ടാക്കിയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തെ കണക്കുകൾ നോക്കുവാണെങ്കിൽ 2% ഇടിവ് നേരിട്ട ഒരു ഓഹരിയാണ് ഡിക്സൻ്റെ. കഴിഞ്ഞ 3 മാസത്തെ കണക്കുകൾ നോക്കുവാണെങ്കിൽ 18.68% ഒരു നേട്ടം നേടാൻ ഡിക്സന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ നോക്കുവാണെങ്കിൽ 126% അധികം നേട്ടം നേടിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ സ്ട്രോങ് ബൈ തന്നെയാണ് നമുക്ക് സിഗ്നൽ കിട്ടുന്നത്. അതുപോലെ അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് പരിശോധിക്കുവാണെങ്കിൽ അനലിസ്റ്റുമാർ അപ്സൈഡിലേക്ക് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്ന ലെവൽ 6369 എന്ന് പറയുന്ന ലെവൽ നമുക്ക് വാച്ച് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് അവർ പറയുന്ന ലെവൽ നോക്കുവാണെങ്കിൽ 7700 എന്ന് പറയുന്ന ലെവലും ഒരു ടാർഗറ്റ് അവർ പറയുന്നുണ്ട്. ഡൗൺ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് 4600 എന്ന് പറയുന്ന ലെവലും നമുക്കിതിനകത്ത് വാച്ച് ചെയ്യാവുന്നതാണ്.